നമ്മളിന്ന് തുമ്പൂർമൊഴി ഡാമിലേക്കാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ഇത് വെറൊരു യാത്രയല്ല കേട്ടോ, നമ്മൾ നമ്മുടെ 48 കൊച്ചു കൂട്ടുകാരുടെ ഒപ്പമാണ് നമ്മൾ യാത്ര ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. ഇവരുടെ കൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ അത് ഫുള്ള് വൈബ് തന്നെയാണ് കേട്ടോ. ഇത്തവണത്തെ നമ്മുടെ യാത്രയിൽ ഒന്നല്ല കേട്ടോ, ഇഷ്ടം പോലെ കുരങ്ങന്മാരെ നമുക്ക് അടുത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. കുട്ടികളെയൊക്കെ കൂട്ടി വന്നുകൊണ്ട് തന്നെ നമ്മളിവിടെ നേരെ ഇവിടുത്തെ ഒരു പാർക്കിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. അല്ലല്ല പരമോ അടുത്താള് വേഗം വേഗം. ഏട്ടോ ഓടിക്കോട്ടെ. നോക്കി കാരണട്ടാ, പിടുത്തം വിടരുത്. വീഴെടുത്തിട്ടാ നിക്കാനാമിക പതുക്കിറങ്ങ്. കേറ്. എന്തേലും കാണാണ്ടോ? എന്താണ്? ഇനി നമുക്കിവിടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുഴയുടെയും അതുപോലെ പാർക്കിൻ്റെ ഒക്കെ ചെറിയൊരു വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റൂട്ടാ.
ചാലക്കുടി നദീതട പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു തടയണയും അതുപോലെ ഇവിടെ ഒരു പാർക്കും ഇത്തരത്തിലുള്ളൊരു തൂക്കുപാലമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളി പോകുന്ന വഴിക്കാണ് ഈ ഒരു തുമ്പൂർ മൊഴി എന്നുള്ള സ്ഥലമുള്ളത്. നമ്മുടെ ഒപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും മിസ് ചെയ്യാൻ പാടാത്ത ഒരു സ്ഥലമാണ് കേട്ടോ ഈ തുമ്പൂർ മൊഴി ഡാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കടന്ന് നമ്മൾ അക്കരെ എത്തുമ്പോൾ അവിടെയാണ് കേട്ടോ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം ഉള്ളത്. ഒരു പറ്റേ പാറ പാറ എന്തിനാ എനിക്ക് ഇളകുണ്ടെങ്കിലേ എവിടെ പിടിച്ചാൽ മതി. അതെ എങ്ങനുണ്ട് എന്നെ കാണാണ്ടോ? ഇങ്ങോട്ട് നോക്കടാ. കാണണ്ടോ? നമ്മളെ കാണണ്ടോ? നമ്മളെ കാണണ്ടോ? ഇവരുണ്ട് പോക്കട്ടെ. അവരുണ്ട് വന്നോട്ടെ. ഇല്ലില്ല ഇത് അവിടേക്ക് വേറെ ടിക്കറ്റ് എടുക്കണം അങ്ങോട്ട് കിടക്കാൻ. നല്ല നീളമുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് തന്നെയാണ് കേട്ടോ ഇത്. നമുക്കാണെങ്കിൽ നല്ല സേഫ്റ്റിയിൽ ഈ ഒരു പാലം കടന്ന് തിരിച്ചു വരാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയും കൂടെ ആവും കേട്ടോ. നമ്മുടെ യാത്ര ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ഈ 48 കൂട്ടുകാരുടെ കൂടെ അടുത്തത് ഫാൻറ്റസി പാർക്കിലേക്കാണ് കേട്ടോ പോണത്.